My dear students, it's me, your Shafizar, once again back to Rans Learning Portal. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും സാറേ ഇന്നലെ സാർ ഒരു ചാപ്റ്റർ എടുത്ത് പോയല്ലോ അല്ലേ ഏതാടാ മെൻഡിങ് വാൾ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്ത് പോയല്ലോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് സാർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ അല്ലേ സോ മെൻഡിങ് വാൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ ഏതാ ചാപ്റ്റർ പറ മെൻഡിങ് വാൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ തെറ്റരുത് നമ്മൾ ആ പ്ലേലിസ്റ്റിൽ കറക്റ്റ് ഓർഡറിലുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ കേട്ടോ ശ്രദ്ധിക്കാം മെൻഡിങ് വാൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ ചോദ്യം കേട്ടോട്ടാ സംതിങ് ദർ അല്ലേ എന്തോ ഒരു സാധനം ഉണ്ട് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ അത് എന്തില്ല ആ സാധനത്തിന് എന്ത് ഇഷ്ടമല്ല വാൾ ഇഷ്ടമല്ല എന്ന് സേസ് ദ പോയിന്റ് അത് ആര് പറയുന്നുണ്ട് കവി പറയുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം കേട്ടോട്ടോ ഒന്നാമത്തെ ചോദ്യമാണ് ഐഡന്റിഫൈ ദ പോയം ആൻഡ് ദ പോയറ്റ് ഇത് ഏത് പോയറ്റ് എന്നാണ് പറ മെൻഡിങ് വാൾ ആണ് പോയറ്റ് ആരാണ് പറ റോബർട്ട് ഫ്രോസ്റ്റ് ആണ് 1 മാർക്കിന്റെ ചോദ്യമാണ് എന്ന് ശ്രദ്ധിക്കുക സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ അപ്പോൾ വാൾ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതാണ് പറ മെൻഡിങ് വാൾ എന്ന് മനസ്സിലാക്കണം എന്ന് കേട്ടോ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വായിക്കേ വാട്ട് ഈസ് ദാറ്റ് സംതിങ് എന്താണ് ഈ സംതിങ് എന്ന് പറയുന്നത് എന്താണ് അല്ലേ ആ സംതിങ്ങിന് എന്ത് ഇഷ്ടമില്ല പറ വാൾ ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമില്ലാത്ത പറ കവിക്കാണോ ഇല്ല ആ സംതിങ് ഉദ്ദേശിക്കുന്നത് പറ നാച്ചുറൽ ഡസൻറ്റ് ലൈക്ക് ഓർമ്മല്ലേ നാച്ചുറൽ ഡസൻറ്റ് ലൈക്ക് സെപ്പറേഷൻ നാച്ചുറിന് താല്പര്യമില്ല സെപ്പറേഷൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ ആ സംതിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറ നാച്ചുറാണ് പ്രകൃതിയാണ് തെറ്റോ ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോട്ടാ വെരി 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 ഫാസ്റ്റ് കുറേ നേരം വെച്ചുള്ള ക്ലാസ് ഇല്ല വെറും ഷോർട്ട് ക്ലാസ് ശ്രദ്ധിച്ചോളൂ വൈ ഡസ് ദ പോയിന്റ് സേ ദാറ്റ് ദർ ഇസ് സംതിങ് ദാറ്റ് ഡസൻറ്റ് ലവ് വാൾ അല്ലേ ഒരു വാൾ ഇഷ്ടമില്ല എന്ന് പറയാനുള്ള കാര്യം എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു ദ പോയിന്റ് സേസ് ദാറ്റ് ദർ ഇസ് സംതിങ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ എന്ന് പറഞ്ഞില്ലേ ഇത്രയും കാര്യം നമ്മൾ ആ ചോദ്യത്തിൽ നിന്ന് എടുത്ത് എഴുതിയതാണ് ആ ചോദ്യത്തിന് എടുത്ത് കൊണ്ടുവന്നാണ് കേട്ടോ ഇത് എല്ലാ ചോദ്യം നമ്മൾ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയോ ഉത്തരത്തിന്റെ ലെങ്ത് കൂടും 2 മാർക്കല്ലേ അപ്പോൾ നമ്മൾ ഇച്ചിരി ക്വസ്റ്റ്യൻ ആൻസർ ഇച്ചിരി കൂടണ്ടേ അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന വാക്കാണ് എന്നിട്ട് നോക്കുക എവറി സ്പ്രിംഗ് സീസൺ ദ പോയിറ്റ് ഫൈൻഡ്സ് ദ വാൾ ഇസ് ബ്രോക്കൺ എല്ലാ സ്പ്രിംഗ് സീസണിലും പോയിട്ട് എന്താ കാണുന്നത് വാൾ ഇങ്ങനെ മുറിയുന്നത് കാണുന്നത് അല്ലെ ഇങ്ങനെ പൊളിഞ്ഞാടുന്നത് കാണുന്നുണ്ട് അല്ലേ ബട്ട് നോബഡി സീസ് ആരും കാണില്ല ഓർ ഹിയേഴ്സ് കേൾക്കലില്ല എനിബഡി ബ്രേക്കിംഗ് ദ വാൾ ആരെങ്കിലും ആ മറ്റേ വാൾ തകർക്കുന്നുണ്ടോ അല്ലെങ്കിൽ പൊളിക്കുന്നുണ്ടോ എന്ന് ആരും കേൾക്കലില്ല കാണലില്ല എന്ന് സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദർ ഇസ് സംതിങ് ദാറ്റ് ഡസൻറ്റ് ലവ് ദ വാൾ ഈ വാളില് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് ആർക്കറിയാം there is something clear അല്ലേ ക്ലിയർ ആയിട്ട് അറിയാം സോ ഇറ്റ് ഈസ് ക്ലിയർ ഇത് ഉറപ്പാണ് there is something that doesn't love the world and that wants to see it broken അല്ലേ അതിങ്ങനെ അല്ലേ അത് കാണാൻ ആഗ്രഹിക്കുന്നത് തകർന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മതിൽ ആർക്കിടയിൽ താല്പര്യമില്ല പറ 2 ആളുകൾക്കിടയിൽ ഒരു മതിൽ താല്പര്യമില്ല അത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളുണ്ട് അത് ആരാടാ പറ അതാരാ ഉത്തരം പറ അത് നാച്ചുറാണ് കേട്ടോ വൈ ഡസ് ദ പോയിറ്റ് സേസ് ദാറ്റ് ദർ ഇസ് സംതിങ് ദാറ്റ് ഡസൻറ്റ് ലവ് അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ് അത് പ്രകൃതിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ അത്രേ പോയിന്റ് ഉള്ളൂ എന്ന് നെക്സ്റ്റ് read the following line from the poem Mending Wall and answer the questions given below ഒന്നാമത്തെ വായിച്ചോട്ടാ I let my neighbor know beyond the hill അല്ലേ beyond the hill ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ നൈബറിനോട് പറഞ്ഞു and one day we meet to walk in the line ഞങ്ങളിങ്ങനെ വഴിയിലൂടെ പോണ സമയത്ത് and set the wall between us ഞങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്തു പറ കാര്യം പറഞ്ഞു മതിൽ പോളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചു എന്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് once again ഒരിക്കൽ കൂടെ re-keep the wall between us as we go അല്ലേ ഞങ്ങൾ പോണ സമയത്ത് പിന്നെ ആ മതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ശ്രദ്ധിക്കുക വാട്ട് ഡസ് ദ പോയിറ്റ് വാണ്ട് ടു കൺവേ ഹിസ് നൈബർ ഈ പോണ സമയത്ത് നൈബർ എന്താണ് നൈബറിനോട് ഈ കവി ഇല്ലേ നമ്മളെ കവി ഇല്ലേ ഈ കവി പോയിറ്റ് ഇല്ലേ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഉത്തരം കേട്ടോളൂ ദ പോയിറ്റ് വാണ്ടഡ് ടു കൺവേ എന്താണ് ഹിസ് നൈബറിനോട് ഉത്തരം ചെയ്ത് കൊണ്ടെന്നാണ് ദാറ്റ് ഇനി ഇവിടുന്നാണ് ഉത്തരം the present condition of the broken wall ഇപ്പൊ present condition of the broken wall നോക്കൂ നിങ്ങൾ my neighbor know the beyond the hills and one day we meet to walk the line and see the wall between us once again le edra set the wall between us le നമുക്കിടയിലുള്ള ആ വാൾ എന്താണ് പറ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ അപ്പോൾ ഇതിൽ എന്താ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറ ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ വാൾ അല്ലേ ആ പ്രസന്റ് കണ്ടീഷൻ എന്താണ് പറ അതിങ്ങനെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ അതൊന്നും പറയേണ്ട പ്രസന്റ് കണ്ടീഷൻ കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മതി കഴിഞ്ഞു എന്ന് നെക്സ്റ്റ് ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ ലൈൻ ഈ ലൈനിൽ യൂസ് ചെയ്ത പോയറ്റിക് ഡിവൈസ് റീകീപ് ദ വാൾ ബിറ്റ്വീൻ us we go അല്ലേ കേട്ടാ വി അല്ലേ അപ്പൊ റിപ്പീറ്റേഷൻ ഓഫ് എ കോൺസണന്റ് സൗണ്ട് അല്ലേ റിപ്പീറ്റേഷൻ ഓഫ് എ പറ കോൺസണന്റ് സൗണ്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അലിട്രേഷൻ എന്ന് പറയാം എന്തെന്ന് പറയാം അലിട്രേഷൻ ശ്രദ്ധിക്കണം നിങ്ങൾ അലിട്രേഷൻ അവസാനിക്കുന്നത് എന്നിലല്ലേ
എന്നൊരു കോൺസണന്റ് സൗണ്ട് അല്ലേ, റിപ്പീറ്റേഷൻ ഓഫ് എ കോൺസണന്റ് സൗണ്ട് ഇൻ എ സിംഗിൾ ലൈൻ ആണെന്ന് പറ അലിട്രേഷൻ. പിന്നെ അസൊനൻസ് എഴുതുമ്പോൾ ഏതാ സ്പെല്ലിംഗ് അവസാനം വരിക, ഇ അല്ലേ, അത് വൊവൽ സൗണ്ട് അല്ലേ. സോ റിപ്പീറ്റേഷൻ ഓഫ് എ വൊവൽ സൗണ്ട് ഇൻ എ സിംഗിൾ ലൈൻ ആണ് പറ അസൊനൻസ്. ഇവിടെ നമുക്ക് ഏത് കിട്ടി പറ, വ് ആയതുകൊണ്ട് പറ അലിട്രേഷൻ ആണെന്ന് മറക്കരുത് കേട്ടോ. നെക്സ്റ്റ്, how do the poet and his neighbor mend the gap in the wall? എങ്ങനെയാണ് നൈബറും അതുപോലെ തന്നെ പോയറ്റും കൂടെ ഗ്യാപ്പ് എങ്ങനെയാണ് അടക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. The poet and his neighbor mend the gap in the wall by walking along the wall. ഇങ്ങനെ അതിൻ്റെ അടുത്തുകൂടെ പോണ സമയത്താണുള്ളത് വാൾ അല്ലേ ശരിയാക്കുന്നത് on the wall. either side, രണ്ട് സൈഡും കൂടെ നിന്നുകൊണ്ട്, അത് നമ്മൾ ആ പിക്ചർ കണ്ടിരുന്നു കേട്ടോ. പിക്കിംഗ് അപ്പ് ദ ഫോളൻ സ്റ്റോൺ, ഓയിൽ നിലത്ത് ഇങ്ങനെ തകർന്ന് വീണ ആ കല്ലുകൾ ഇങ്ങനെ എടുക്കുകയാണ്. ആൻഡ് പ്ലേസിംഗ് ദം ബാക്ക് ഓൺ ദ വാൾ, ആൻഡ് പ്ലേസിംഗ് ദം പറ ബാക്ക് ഓൺ ദ വാൾ. ശ്രദ്ധിച്ച് കേട്ടോളൂ, പിക്കിംഗ് അപ്പ് ദ ഫോളൻ സ്റ്റോൺസ് ആൻഡ് പറ പ്ലേസിംഗ് ദം ബാക്ക് ഓൺ ദ വാൾ. ആ പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ. ഹൗ ഡസ് ദ പോയിറ്റ് ആൻഡ് ഹിസ് നൈബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ എന്ന് പഠിച്ചാൽ പറ പിക്കിംഗ് അപ്പ് ദ ഫോളൻ സ്റ്റോൺ ആൻഡ് പറ പ്ലേസിംഗ് ദം ബാക്ക് ഓൺ ദി വാൾ. ആ പോയിന്റ് പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചു കേട്ടോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് ആർ ദ, ഇതൊക്കെ നിങ്ങൾക്ക് ഉത്തരം ഇവിടെ കേട്ടോ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നോട്ട്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ ആ കമ്മ്യൂണിറ്റി കയറിൽ കറക്റ്റ് നോട്ട് ഉണ്ടാവട്ടെ, ശ്രദ്ധിച്ചോളൂ. വാട്ട് ആർ ദ കോൺട്രാസ്റ്റിംഗ് വ്യൂസ് പ്രസന്റഡ് ഇൻ ദ പോയം അല്ലേ. രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോ. അങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോഴാണ് നമ്മൾ കുടുങ്ങല്. ഇതിലിപ്പോൾ വാട്ട് ആർ ദ കോൺട്രാസ്റ്റിംഗ് വ്യൂസ് പ്രസന്റഡ് ഇൻ ദിസ് പോയം, ഈ പോയത്തിൽ രണ്ട് എതിർപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞതെന്നുള്ളത്. കോൺട്രഡിക്റ്ററി എന്നൊക്കെ പറയും നമ്മൾ, എതിർപ്പായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നെന്താണ്, നൈബർ പറയുന്നുണ്ട് വാള് വേണമെന്നും, കവി എന്താ പറയുന്നത് പറ വാള് വേണ്ടെന്നാണ് പറയുന്നത്. അത് തന്നെയാണ്, ശ്രദ്ധിച്ചോളൂ. ദ വ്യൂസ് ഓഫ് ദ പോയിറ്റ് ആൻഡ് ഹിസ് നൈബർ ആർ ഡിഫറെന്റ് അല്ലേ. ദ പോയിറ്റ് തിങ്സ് that there is no need of wall between them അല്ലേ. then but the neighbor thinks that in order to maintain a good relationship between them a wall is പറ essential. ഇത്രയും പോയിന്റ് ആണ്. ഇത് ഇത്ര വലിയ സംഭവം എഴുതേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങളെ ലാംഗ്വേജിൽ എഴുതി കൊടുത്താൽ മതി. 2 മാർക്കിന് ഉണ്ടാവില്ല കേട്ടോ. ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ്, why does the poet argue that there is no need of wall between his estate and that of his neighbor അല്ലേ. എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറയാനുള്ള കാര്യം? ഇതിനിടയിൽ എന്തിന്റെ ആവശ്യമില്ല പറ, ഒരു വോൾ ആവശ്യമില്ല എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഇവർക്ക് എന്തില്ല, പശുക്കളൊന്നുമില്ല, അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കേടെടുത്താൻ വരാനൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തിനാ ഇതിൻ്റെ ആവശ്യമില്ല? ആ ഒരു പോയിന്റ് ആയിരുന്നു നോക്കുങ്ങൾ. ദ പോയിന്റ് ആർഗ്യൂസ് ദാറ്റ് there is no need of wall in between his estate and that of his neighbor. ഇത്രയും ചോദ്യത്തിൽ നിർത്താം കേട്ടോ, ശ്രദ്ധിക്കുക. because there are only apple treesum in the poet's estate and പറ പൈൻ ട്രീസ് ഇൻ ദ നൈബറിന്റെ സ്ഥലത്ത് എന്താ ഉള്ളത്? നൈബറിന്റെ സ്ഥലത്ത് പൈൻ ട്രീസ്, പോയിന്റിന്റെ സ്ഥലത്ത് എന്താ ഉള്ളത്? ആപ്പിൾ ട്രീസ് ആണെന്നല്ലേ. ദേ വോണ്ട് ക്രോസ് ദ ഈച്ച് അതർ, ഒരു പരസ്പരം എന്തില്ല പറ ക്രോസ് ചെയ്യില്ല. ദർ ആർ നോ കൗസ്, അവിടെ എന്തില്ല പറ കൗസ്. ക്യാറ്റിലില്ലേ, ക്യാറ്റിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ എന്ന്. പോയിന്റ് കഴിഞ്ഞടാ. 6 ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. How does the neighbor justify the need for the wall fence or fence wall? Wall എന്ന് പറഞ്ഞാലും ഫെൻസ് പറഞ്ഞാലൊക്കെ മതിലാട്ടോ, ശ്രദ്ധിക്കുക. How does the neighbor justify, എങ്ങനെയാണ് അയൽവാസി ജസ്റ്റിഫൈ ചെയ്യുന്നത് the need for അല്ലേ? എന്താ ഇതിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, മതിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. The neighbor justifies the need of wall by saying that, അയാൾ പറയുന്നത് എന്താ പറ, good fences make good neighbors. According to him, to keep a good relationship between them, the fences അല്ലെങ്കിൽ വാൾസ് ആർ പറ എസെൻഷ്യൽ. ദാറ്റ്സ് ഓൾ. 2 മാർക്കിനാണ്. 2 മാർക്കിന് മുന്നേ ചോദിച്ചതാണിത്. ഞാൻ എൻ്റെ കൈമെന്നിട്ട ചോദ്യമല്ലത്, ഇത് മുന്നേ ചോദിച്ചതാണെന്ന്. അപ്പോൾ അത് ഇങ്ങനെ പഠിച്ചു വെക്കണം എന്ന്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ ചെങ്ങൈമാരെ? നിങ്ങൾ ശ്രദ്ധിക്കുക, അത്രയും ഉള്ളൂ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോ. സോ താങ്ക് യു വെരി മച്ച് മക്കളെ. മറക്കരുത്, എന്ത് മറക്കരുത്? മറക്കല്ല മക്കളെ, പറ കമൻസ് മറക്കരുത്, പറ ഷെയർ ചെയ്യാൻ മറക്കരുത്, ദെൻ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലവ് യു ഓൾ. എല്ലാവരോടും ഞാൻ എന്ത് ചെയ്യാണ്, താൽക്കാലികമായിട്ട് ഇവിടെ പറയാണ്, കുറച്ച് മിനിറ്റല്ലേ ഉള്ളൂ. ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചില്ലേ? താങ്ക് യു വെരി മച്ച്. ബൈ.